എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. മുടി നരയ്ക്കുന്ന തോർത്ത് ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ നരയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയൊക്കെ മാറ്റിയിട്ട് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ നര മാറാനൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡൈ ചെയ്യാൻ മടിയുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും. വിഷമിക്കേണ്ട, ഡൈ വേണ്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. ഇതിപ്പോൾ കേശവർദ്ധിനി, കേശകാന്തി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇലയാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെയാണ് മിക്കപ്പോഴും കാണുന്നത്. നല്ലൊരു ഇലയും പൂവും ഒക്കെയാണ്, ഒരു പ്രത്യേക മണവുമാണ്. അതും അതിൻ്റെ ഒരു 3-4 ഇല എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ എടുത്തേക്കുന്നത് മൈലാഞ്ചി ഉണങ്ങിയ ഇലയാണ്. പച്ചയാണെങ്കിലും കുഴപ്പമില്ല, മൈലാഞ്ചി ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിന് ഒരു തിരി പോലെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കോട്ടനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പോൾ കേശവർദ്ധിനിയുടെ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു ഇലയും പൂവും വെച്ചിട്ട് അതിൻ്റെ അടുത്ത് കരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക റിസൾട്ടാണ്, നല്ലതാണ് മുടി വളരാൻ കേട്ടോ. എന്നിട്ട് തിരിപോലെ കത്തിച്ചിട്ട് രണ്ട് സൈഡും ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കമഴ്ത്തി വെക്കണം. ആ ഒരു തിരി അണയുമ്പം ഇതുപോലെ നമുക്ക് ആ ഒരു പ്ലേറ്റ് നിറയെ കരി കിട്ടുന്നതായിരിക്കും. ഒരുപാട് രീതിയിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റൻ്റ് ഡൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മൈലാഞ്ചി ഇലയും ഈ ഒരു കേശവർദ്ധിനിയുടെ ഇലയും വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കേശവർദ്ധിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. അത് വെറുതെ നമ്മൾ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ നീര് തലയിൽ തേച്ചാലും താരം മാറി മുടി നന്നായിട്ട് വളരാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു കരിയിൽ നിന്ന് ലേശം മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക. ഇത് മുമ്പ് പറഞ്ഞ കണക്ക് കേശവർദ്ധിനിയും കരിഞ്ജീരകവും വെച്ച് കാച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അത് വളരെ കുറച്ചളവിലേ ഉള്ളൂ, പക്ഷേ ഒരു കുറച്ച് മാത്രം തലയോട്ടിലും തലമുടിയും തേച്ചാൽ നല്ല മാറ്റം കിട്ടുന്നതാണ്. ഈ ഒരു കരി നമ്മൾ നമ്മുടെ തലയിലോട്ട് തേക്കുകയാണ്. തലയോട്ടി, തലമുടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ മസാജ് ചെയ്യുക. ഒരു എണ്ണ തേക്കുന്ന അതേ എഫക്റ്റോടുകൂടി തേച്ചാൽ മതി. ഇതൊരു ഡൈ ആണെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ടൊന്നും കരുതണ്ട. നമ്മൾ ദിവസം എണ്ണ തേക്കില്ലേ കുളിക്കുന്നതിന് മുമ്പ്, ആ രീതിയിലൊന്ന് ചെയ്ത് ശീലമാക്കി കഴിഞ്ഞാൽ മുടിയുടെ നര പെട്ടെന്ന് മാറും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കരി ഒഴിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈയും തയ്യാറാക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലിസറിനും അലോവേറ ജെല്ലും കൂടെ ചേർത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മുടിയുടെ തലയോട്ടിയുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലോട്ടല്ല, ചീവി കഴിയുമ്പം കാണുന്ന അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിങ്ങനെ ലോങ് ടൈം നിൽക്കും, പടരത്തില്ല. ഇപ്പം ഗ്ലിസറിനും അലോവേറ ജെല്ലിന് പകരമായിട്ട് നമ്മുടെ ആവണക്കണ്ണയുടെ എണ്ണയുണ്ടല്ലോ, അത് വെച്ചിട്ട് മതി. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്തു പോകാൻ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ മുടി അങ്ങങ്ങാട്ട് നരച്ചതാണ് കുറേ നാളുകൾക്ക് മുന്നേ. ഇപ്പോൾ ആ ഒരു നര പോലും ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു 4 മാസം മുന്നേ, 4 ഒരു 3 മാസം മുന്നേ ഞാൻ എൻ്റെ മുടി തണ്ട് ഇത്രത്തോളം കട്ട് ചെയ്തു. അതിന് ശേഷം വന്ന മുടിയാണ് ഇപ്പം നണ്ടിത്. 3 മാസത്തിന് ശേഷം ഇത്രയും നീളം കൂടെ വെച്ചു. സാധാരണ നമ്മൾ ഒരു 3-4 മാസം കൂടുമ്പം കുറേശ്ശെ നമ്മൾ കട്ട് ചെയ്യും. ഒരു കൈപ്പത്തിയുടെ ആ ഒരു അളവിനോളം കട്ട് ചെയ്യും. വെറുതെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതിലും എത്രയോ നല്ലതാണ്. നമ്മളിപ്പം ഹെയർ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് മുടി നീളത്തിൽ വളർത്തത്തില്ല, ഒരു പരുവം വരെ വളർത്തത്തുള്ളൂ കേട്ടോ. അന്നേരം ഒരു 25 സെൻറ്റിമീറ്റർ ഈ ഡിസംബറിൽ നമ്മളത് ഡൊണേറ്റ് ചെയ്തു. അന്നേരം ബാക്കി ഞാൻ എൻ്റെ മുടി കാണിക്കുക എത്ര ആയി എന്നുള്ളത്. മുടി പെട്ടെന്ന് വളരാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നര മാറാനും അത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിനിട്ട് ആയുർവേദ കടകളിൽ കിട്ടും. പിന്നെ മൈലാഞ്ചിയുടെ ഇല ഉണക്കിയതാണ്, പച്ചയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിവിടെ മൈലാഞ്ചിയുടെ ഒരു കുഞ്ഞു ചെടി മാത്രമേ ഉള്ളൂ. അന്നേരം ഇല കുറേ കിട്ടിയ സമയത്ത് ഇത് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലാറ്റ് സീഡ്, അതിനൊരു 2 സ്പൂണോ 3 സ്പൂണോ, ഇപ്പോൾ കുറേ ദിവസത്തിന് വേണ്ടിയാണ് നമ്മളത് തയ്യാറാക്കുന്നത് കേട്ടോ. അന്നേരം കുറച്ചേറെ എടുക്കുക. സോപ്പിനായിട്ട് നല്ലതാണ് കേട്ടോ. നമ്മൾ ഷാമ്പൂവിനെക്കാട്ടിലൊക്കെ നല്ല, നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശിക്കക്കായ് പൗഡറാണ് കേട്ടോ. അതെല്ലാം അങ്ങാടിക്കടയിലും കിട്ടും, അത് അല്ലാതെയും കിട്ടും, പൗഡർ അല്ലാത്ത രീതിയിലും കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരു തിക്ക്
തിക്കിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. തിക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം, എന്നാലേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഒരുപാട് മുടിയുള്ളവരാണ്, കുറച്ച് മുടിയുള്ളവരാണ്, പക്ഷെ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് തിക്കായിട്ട് കിട്ടണം. അതുകൊണ്ട് ഫ്ലാറ്റ് സീഡാണെങ്കിലും നമ്മൾ ചിലർ ചോദിക്കും മൈലാഞ്ചി ഇല തേച്ചാൽ മുടി ചെമ്പിക്കില്ല. ഞാൻ എൻ്റെ മുടി എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെമ്പിച്ചിട്ടില്ല, നല്ല കറുപ്പായിട്ടിരിക്കണേ. നമ്മൾ കുറേശ്ശെ ഞങ്ങൾ ഒരുപാട് ചേർക്കുന്നില്ലല്ലോ, അന്നേരം എന്നാലും അങ്ങ് ചെമ്പുന്ന രീതിയിലോട്ട് വരത്തില്ല, മുടി നല്ല പോലെ വളരും കേട്ടോ. നരയുള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഡൈ ഒന്നും ചെയ്യാണ്ട് ഇതുപോലെ ചെയ്താൽ മതി. മുടി ഒരുപാട് നരയ്ക്കാത്തവർക്കാണ് ഈ ഒരു രീതി നല്ല കേട്ടോ. ഒരുപാട് നരച്ചവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓയിലുണ്ടല്ലോ, ഡൈ ചേർത്തിട്ടുള്ള ഒരു ഓയിൽ തല തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരിപ്പയിൽ വെച്ച് അരിക്കുന്നതിലും നല്ലത് ഇതുപോലൊരു തോർത്തിനകത്ത് അരിക്കുന്ന കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തോർത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അത് പിഴിഞ്ഞെടുക്കും. ഒട്ടും ആ ഒരു ഇതൊന്നും വേസ്റ്റ് ആവാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് കിട്ടും. ഇതൊരു ഷാമ്പൂ ആയിട്ടോ അല്ലെങ്കിൽ പായ്ക്കായിട്ടോ എനിക്കറിയില്ല അതിൻ്റെ എങ്ങനെ പറയണം എന്നുള്ളത്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അന്നേരം കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. ഇതിനകത്ത് മെനക്കേടൊന്നുമില്ല, ഇതെല്ലാം കൂടി ഇടുക, അടപ്പ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിക്കുക. ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്ന ഒരു സമയമുള്ളൂ, ഒരു മെനക്കേടായിട്ട് തോന്നുന്നത്. നമുക്കൊരു 3-4 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ നീളം കുറഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചേറെ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കാം. അന്നേരം വളരെ ഈസി ആയിട്ട് ഫ്ലാറ്റ് സീഡിൻ്റെ ആണെങ്കിലും മൈലാഞ്ചേരി ആണെങ്കിലും സോപ്പിനായിട്ട് ചിക്കക്കായി എല്ലാം കൂടി ചേരുമ്പം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നല്ലതായിട്ട് പതയും. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോട്ടിലിനകത്ത് ആക്കിയിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ആ ഒരു ഉള്ളിലെ അത് ഞാൻ കളഞ്ഞില്ല, സോപ്പിനിട്ടും കാര്യങ്ങളൊന്നും കളഞ്ഞില്ല. അത് മൊത്തത്തിലിട്ട് നമ്മൾ വെള്ളത്തിലെടുത്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളും വരും. ആ ഒരു തോർത്തിനകത്ത് തന്നെ വെച്ചുകൊണ്ട് ലേശം വെള്ളം ആ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ എത്രത്തോളം പതയുന്നുണ്ടെന്നുള്ളത്. നല്ലതാണ് കേട്ടോ. സോപ്പിനായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സോപ്പിനായിട്ടും ചിക്കക്കായും ഇത് രണ്ടും ആയുർവേദ കടകളിൽ കിട്ടും കേട്ടോ. വേറെ എങ്ങും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, മുടിക്ക് നല്ലതുമാണ്. പിന്നെ മൈലാഞ്ചിയിലെ എല്ലായിടവും കിട്ടുന്നതാണ്. പൊടി വാങ്ങിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത് നമുക്ക് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. വീടുകളിലുണ്ടെങ്കിൽ ഉണക്കി കുറേയേറെ കിട്ടുന്ന സമയത്ത് ഉണക്കി സൂക്ഷിക്കുക, അല്ലെങ്കിൽ പച്ചയായിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലാറ്റ് സീഡ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. അധികം വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റോസ്മേരി ലീവ്സ് ചേർക്കാം. ഇപ്പോൾ എൻ്റെ ഇല്ല, തീർന്നു പോയി കേട്ടോ. അന്നേരം നമ്മൾ കുറേയേറെ എടുത്ത് മാറ്റി ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിനകത്ത് ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പോലെ പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ തലയോട്ടിലും തലമുടിയിലും എല്ലാം നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈയുടെ തുമ്പുണ്ടല്ലോ, വിരലിൻ്റെ തുമ്പ്, അത് വെച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയണം. കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുടി ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ മുടി ഡിസംബറിലാണ് കട്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും അത് വളർന്നു വരുന്ന രീതിയിൽ. എനിക്ക് PCOD ഉള്ളതാണ്, നല്ല പോലെ മുടി പൊഴിച്ചിലുള്ളതായിരുന്നു. താരനെല്ലാം മാറി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ പുറമേ തേക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഉള്ളിലോട്ട് കഴിക്കുന്ന കാര്യം. നമ്മളിന്ന് അതിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർ വാഴയാണ് കേട്ടോ. കറ്റാർ വാഴ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കറ്റാർ വാഴ ഒട്ടും തന്നെ പിന്നിലല്ല. നമ്മൾ ഒരു തണ്ട് കറ്റാർ വാഴ എടുക്കുന്നുണ്ട്. കറ്റാർ വാഴ കഴിക്കാൻ എല്ലാവരും പറയും മടിയാണ്, ആ ഒരു ജെല്ലി രീതിയൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അതാണ് നമ്മൾ ഒരു തണ്ട് കറ്റാർ വാഴ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറ മാറ്റാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വെക്കാം. എന്നിട്ട് രണ്ട് സൈഡും മുള്ളുണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് തന്നെ ഒരു ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് പല രീതിയിൽ കറ്റാർ വാഴ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കറ്റാർ വാഴ അത്രയേറെ ഗുണങ്ങളാണ്. നമ്മളിത് കഴിക്കുമ്പോഴും അത്രയേറെ റിസൾട്ട് കിട്ടും, നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും. നമ്മൾ ഹെയർ ഡേയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും നമ്മൾ മുടി നരയ്ക്കുന്നതിനെക്കുറിച്ച്, എന്തുകൊണ്ട് മുടി നരയ്ക്കുന്നു, മുടി കിളർന്ന് വരുന്നില്ല, അല്ലെങ്കിൽ താരൻ എന്തുകൊണ്ട് വരുന്നതെന്നുള്ള കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ താരന് മെയിനായിട്ട് നമുക്ക് കുടലിൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട്
താരൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പെരയുടെ ഗുളിക കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിപ്പം എനിക്ക് ചെയ്ത് അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വീഡിയോ രൂപത്തിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നാരങ്ങ, അരമുറി നാരങ്ങ ഇതുപോലെ കുരുവൊന്നും ഇല്ലാണ്ട് തോലോട് കൂടി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, തേൻ, ശർക്കര, അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ കറ്റാർവാഴ ജെല്ല്, നാരങ്ങ, പഞ്ചസാര ഇത് മൂന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ലേശം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ലേശം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എത്രത്തോളം വെള്ളം വേണമെന്നനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് പാരമ്പര്യ നാരങ്ങയല്ലേ ഉള്ളൂ. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ലൊരു കിടിലൻ നാരങ്ങ വെള്ളമാണ് കറ്റാർവാഴ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. രുചിയും ഗുണവും ഏറെയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ കറ്റാർവാഴ ഡ്രിങ്ക്. അന്നേരം തയ്യാറാക്കി നോക്കുക. നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.